ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസമാണ്. ആദ്യം പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. മിഷൻ ലീഗ് എന്ന വലിയൊരു സംഘടനയുടെ വലിയൊരു പ്രവർത്തനത്തിന്റെ 75ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ ഇതൊരു ആനന്ദത്തിന്റെ നിമിഷമാണ്, സന്തോഷത്തിന്റെ നിമിഷമാണ്. ഇതിന്റെ ഭാഗമാകുവാൻ സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചരിത്രത്തിന്റെ ഭാഗമായി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 75 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇതിന്റെ സ്ഥാപക പിതാക്കൾ പലരും മരിച്ചു പോയി, ചിലരെങ്കിലും പ്രായാധിക്യത്താലുണ്ട്. നമുക്കും സംഘടനയ്ക്ക് ചിലപ്പോൾ കാലഘട്ടത്തിന്റെ ചില ചുമരെഴുത്തുകളൊക്കെ നമുക്ക് നല്ല ദിശയിലേക്ക് ആകുന്നില്ല. കൊറോണ ചിലപ്പോൾ നമ്മളെ അതിന് തടസ്സമായി നിന്നിട്ടുണ്ടാകാം. ചിലപ്പോഴെങ്കിലും നമ്മൾ വീടുകളിൽ ഒതുങ്ങിപ്പോയപ്പോൾ നമ്മൾ മുദ്രാവാക്യം വിളിച്ച് തീഷ്ണത പറഞ്ഞു പോയതുപോലെയുള്ളൊരു അവസ്ഥയുണ്ടായിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും വടവൃക്ഷമായി വളർന്നു നിൽക്കുന്ന CML അതിനെവിടെയെങ്കിലും ഫലം ചൂടാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന്റെ ചുവടിളക്കി അതിനെ പ്രൂൺ ചെയ്ത് കൂടുതൽ ഫലവത്താക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ജൂബിലി വർഷം ആരംഭിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു ടിക്കറ്റ് എടുക്കുവാൻ സാധിക്കുന്ന വെൻഡിങ് മെഷീനായി തീരണം. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ മിഷൻ ലീഗിന്റെ മുദ്രാവാക്യം പോലെ തന്നെ സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് വീടില്ലാത്തവന് വീടാകണം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണമാകണം, മരുന്നില്ലാത്തവന് മരുന്നാകണം. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് മറ്റുള്ളവർക്കൊക്കെ മാതൃകയും ചൈതന്യവുമായി തീരുമ്പോഴാണ് നമ്മൾ നല്ല മിഷണറിമാരായി തീരുന്നത്. മിഷണറിമാരായി തീർന്നവരാണ് നമ്മൾ ചരിത്രത്തിലൊക്കെ കണ്ടു. 20-ലേറെ ലക്ഷം മിഷണറിമാര് നമുക്കുണ്ട്. യാത്ര ചെയ്ത എല്ലാ രാജ്യങ്ങളിലും മുസ്ലിം ലീഗിന്റെ ചൈതന്യമുള്ള വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തിന്റെ എവിടെ ചെന്നാലും മലയാളം പറയുന്ന മിഷണറിമാരായിട്ടുള്ള ധാരാളം പേരുണ്ട്. ഇനിയും നമുക്ക് എവിടെയെങ്കിലും ഇതിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുകയും മിഷനെ സഹായിക്കുക. നമുക്കറിയാം, സാമ്പത്തികമായിട്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയും മിഷൻ പ്രവർത്തനവും അതിലേക്ക് നമ്മൾ നയിക്കുന്നതാകട്ടെ. നമ്മുടെ ഈ ജൂബിലി വർഷം അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ എന്ന് മണ്ഡ്യ രൂപതയിലുള്ള ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. നമുക്ക് കർണാടകയിൽ കൂടുതൽ ചൈതന്യമുള്ളവരായി തീരാനായിട്ട് പ്രതിജ്ഞ ചെയ്യാം. ജയ് ജയ് മിഷൻ. ഏറെ സന്തോഷത്തിലാണ് CML സംഘടന പ്ലാറ്റിനം ജൂബിലിയുടെ നിറവില് ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജൂബിലിയുടെ ആശംസകൾ നേരുകയാണ്. ഓരോ സംഘടനയുടെയും തുടക്കം വളരെ ചെറുതാണ് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. എത്ര വലിയ പുഴയുടെയും ഉത്ഭവം എന്ന് പറയുന്നത് ചെറിയ അരുവികൾ തന്നെയാണ്. 1947 ഒക്ടോബർ 3-ാം തീയതി ജോസഫ് മാലിപ്പറമ്പിലച്ചനും കുഞ്ഞേട്ടനും ചേർന്നുകൊണ്ട് 7 പേര് തുടങ്ങിയ ഒരു ചെറിയ സമ്മേളനം ഇന്ന് ലോകത്തിന്റെ മുഴുവൻ അതിർത്തികൾ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ ആത്മായ സംഘടനയായിട്ട് അത് മാറിയിരിക്കുകയാണ്. വ്യക്തിത്വ വികസനവും പ്രേക്ഷിത പ്രവർത്തനവും ദൈവവിളി പ്രോത്സാഹനവും ലക്ഷ്യമാക്കിയുള്ള അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സംഘടന ആ ലക്ഷ്യത്തിലേക്ക് ചേരുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന മുദ്രാവാക്യമാണ് സ്നേഹം, ത്യാഗം, സേവാ, സഹനം. പ്രിയപ്പെട്ടവരെ, ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ എപ്പോഴും ജൂബിലി നമ്മളെ സഹായിക്കുക 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, പുറകോട്ട് പിന്തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി പറയുക. നാളിതുവരെ നമ്മൾ കടന്നുപോയ കാലഘട്ടത്തിൽ പുറകോട്ടൊന്ന് പിന്തിരിഞ്ഞ് നോക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ ആർജവത്വം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനുള്ള പ്രചോദനങ്ങൾ സ്വീകരിക്കുക. ഇതിനുവേണ്ടിയാണ് ഓരോ ജൂബിലി ആഘോഷവും. ഇന്ന് ഈ സംഘടന പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗ് ആയിരിക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പുറകോട്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഘടനയിലൂടെ നേടിയ വിജയം, തൊട്ടു മുമ്പിൽ പറഞ്ഞ അച്ഛൻ മെൻഷൻ ചെയ്തതുപോലെ, ഇന്ത്യയിലെ ഏത് ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നാലും ഏത് മിഷൻ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയാലും അവിടെ ഒരു മലയാളി വൈദികനെയോ ഒരു സിസ്റ്ററിനെയോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അന്യദേശത്ത് വന്ന് നിന്നുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് എവിടെ നിന്നാണ് അവർക്ക് ആ ചൈതന്യം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടെ പറയും CML എന്ന സംഘടനയിൽ
ചെറുപ്പം മുതലേ അവർ വളർന്നു വന്നപ്പോൾ ആ സംഘടനയിൽ നിന്ന് നേടിയ പ്രേക്ഷിത ചൈതന്യമാണ് ഇന്ന് ഈ അന്യദേശത്ത് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട്, യേശുവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവർ ആയിരിക്കുക എന്ന് അവർ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പുൻതിരിഞ്ഞ് നോക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അതോടൊപ്പം മുന്നോട്ട് നന്നായി പോകുന്നതിന് വേണ്ടിയും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായ പലരും വേണമെങ്കിൽ പറയും, 70കളില് 80കളില് 90കളിൽ ഉണ്ടായിരുന്ന ആ ഒരു മിഷൻ ചൈതന്യം അല്ലെങ്കിൽ ആ ഈ സംഘടനയുടെ ഒരു പ്രവർത്തനം 2000 കാലഘട്ടത്തിലേക്ക് ആയപ്പോൾ ഉണ്ടോ? ആ ഒരു ഉണർവ് നഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ ആ ഉണർവ് കൂടുതൽ റിവാം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും നല്ലതാണ്. ഇന്ന് കാലം മാറി, ഇന്ന് കോലം മാറി, കഥകൾ മാറി. നമുക്കറിയാം ഇന്ന് മനുഷ്യര് നമ്മൾ ജീവിക്കുന്നത് പോസ്റ്റ് മോഡേൺ യുഗത്തിലാണ്. മോഡേൺ യുഗം കഴിഞ്ഞ് പോസ്റ്റ് മോഡേൺ യുഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. ഓരോരുത്തരും അവരവരുടെ സുഖങ്ങൾക്ക് വേണ്ടി, അവരവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തില് അവരിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, അവരിന് വേണ്ടി ജീവിക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് CML സംഘടന. നമുക്കറിയാം ഈശോ സഭ വൈദികരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു മോട്ടോയുണ്ട്, വി ആർ മെന്റ് ഫോർ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്നാണ്. ഈ സംഘടനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, സൗളിന്റെ മാനസാന്തരത്തില് നീ പഠിപ്പിക്കുന്ന ഈശോയാകുന്ന ഞാനെന്ന് സൗളിനോട് പറഞ്ഞതിന് ശേഷം ക്രിസ്തു അവനോട് പറയുന്നുണ്ട്, നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീ സാക്ഷിയും ശുശ്രൂഷകനുമായിരിക്കുക. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സാക്ഷിയും ശുശ്രൂഷകനുമായിരിക്കുവാൻ വേണ്ടിയാണ്. അത് ആത്മായ ജീവിതം നയിക്കുന്നവരും സന്യസ്ത ജീവിതം നയിക്കുന്നവരും പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരും ഒക്കെ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന സംഘടനയാണ്, നമ്മൾക്ക് പ്രചോദനം നൽകുന്ന സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജൂബിലിയിലേക്ക് പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് അല്ലെങ്കിൽ ആശംസിക്കുവാനുള്ളത് ഇതാണ്: തീക്ഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരെ, അനേകം പ്രേക്ഷിതരെ നേടിയെടുക്കുവാനായിട്ട് ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ. വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന, ക്രിസ്തുവിന്റെ നാമത്തില് അഭിമാനം കൊള്ളുന്ന ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തില് ക്രിസ്തുവിന്റെ നാമത്തിന് നമ്മൾ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയുവാൻ പോലും മടി കാണിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അഭിമാനം കൊള്ളുന്നവരായി തീരുവാനായിട്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹൃദയത്തില് തീനാളവും പാദങ്ങളില് ചിറകുകളുമുള്ള അനേകം മിഷണറിമാരെ രൂപപ്പെടുത്തുവാനായിട്ട് ഈ സംഘടനയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിന് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിശിഷ്ടാതിഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഇവിടെ 74 വർഷം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് CMLന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ തുടക്കം കേവലം ആഘോഷങ്ങളായിട്ട് മാത്രം മാറാതിരിക്കാൻ നമുക്ക് ഏറെ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം, അതിനായിട്ട് തമ്പുരാന്റെ അനുഗ്രഹം യാചിക്കാം. 74 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിന്റെ തുടക്കം എന്തായിരുന്നു, ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു, മുന്നോട്ട് എന്താകണം എന്ന് ആത്മാർത്ഥമായ ഒരു വിചിന്തനവും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഈ ഒരു വർഷക്കാലം ഉണ്ടാകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും തീക്ഷ്ണമായി ആഗ്രഹിക്കാം. 74 വർഷങ്ങൾക്ക് മുൻപ് ഈ മിഷൻ സംഘടന തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരള പശ്ചാത്തലത്തിലൊക്കെ കുറെ കൂടി ആത്മീയത ആഴപ്പെട്ട് നിന്നിരുന്ന കാലഘട്ടമാണ്. 74 വർഷങ്ങൾ പിന്നിട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ ഒത്തിരിയേറെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് വളർന്നു വരുന്ന തലമുറയെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ബോധ്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് അവരെ ഒരുക്കുക എന്നുള്ളതായിരിക്കണം ഈ വർഷത്തെ ഈ ജൂബിലി ആഘോഷങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ചുറ്റുപാടും ഇന്ന് നടക്കുന്ന സംഭവങ്ങളും നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും. പക്ഷേ യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നാം ആരായിരിക്കുന്നു എന്നുള്ള വലിയ അവബോധം നമ്മുടെ കുഞ്ഞുങ്ങളിൽ മിഷൻ സംഘടനയെ, മിഷൻ ലീഗ് സംഘടനയിലെ മക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട്
നമുക്ക് അത് സാധിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ കാറ്റഗിസം വിഭാഗങ്ങളും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ വർഷം ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മിഷണറിമാരായി ലോകമെങ്ങും പോയി കർത്താവിനെ സാക്ഷ്യം കൊടുക്കുന്ന, എവിടെയായിരുന്നു അവിടെ ബോധ്യത്തോടുകൂടി സാക്ഷ്യം കൊടുക്കുന്ന ഒരു പുതിയ തലമുറയെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് സുവിശേഷവും ക്രിസ്തുവിൻ്റെ ജീവിതവും ആഴമായ ബോധ്യത്തോട് ജീവിച്ച ഇന്നിൻ്റെ ലോകത്തിന് സാക്ഷികളായി തീരുവാൻ തക്കവിധം നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ഈ ഒരു വർഷക്കാലം എല്ലാ കർമ്മപ്രവർത്തനങ്ങളും സഹായിക്കട്ടെ. തീർച്ചയായിട്ടും അതിനുള്ള മാർഗദർശനങ്ങളൊക്കെ ഇവിടെ പ്രകാശനം ചെയ്ത് കഴിഞ്ഞു. അതിലൊക്കെ ഊന്നി നിന്നുകൊണ്ട്, സുവിശേഷത്തിൽ നിന്നുകൊണ്ട്, സഭയുടെ വിഷയം ചെയ്തതിന് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഒരു നാളേക്ക് വേണ്ടി വരും തലമുറയെ വാർത്തെടുക്കുവാനും കൂടി ഈ ജൂബിലി ആഘോഷങ്ങൾ കാരണം ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മംഗളങ്ങളും വിജയങ്ങളും നേരുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജയ് മിഷൻ ലീഗ്. വ്യക്തിത്വ വികസനം, പ്രേക്ഷിത പ്രവർത്തനം, ദൈവളി പ്രോത്സാഹനം എന്ന ലക്ഷ്യവുമായി സ്നേഹം, ത്യാഗം, സേവാ, സഹനം എന്ന മുദ്രാവാക്യവുമായി ചെമ്മഞ്ഞ പതാകയുമായി 7 നിന്ന് 20 ലക്ഷത്തോളം എത്തിയിരിക്കുന്ന അംഗങ്ങളുമായി ഇന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന മിഷൻ ലീഗിന്റെ സംസ്ഥാന രക്ഷാധികാരി അഭിമന്യ എരുമച്ചാടത്ത് പിതാവേ, ഡയറക്ടർ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛ, പ്രസിഡന്റ് ജോൺ സാറേ, നാഷണൽ വൈസ് ഡയറക്ടർ മറ്റത്തിലച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മിഷൻ ലീഗ് കുടുംബാംഗങ്ങളെ, ചെറുപുഷ്പ മിഷൻ ലീഗ് ഇന്ന് വലിയ പുഷ്പമായിരിക്കുകയാണ്. പുഷ്പങ്ങളുടെ വലിയ പൂന്തോട്ടമായിരിക്കുകയാണ്. മിഷൻ പ്രവർത്തനങ്ങളുടെ, ദൈവവിളികളുടെ, കുഞ്ഞു മിഷണറിമാരുടെയൊക്കെ വലിയ പൂന്തോട്ടം തന്നെയാണ് മിഷൻ ലീഗ്. മിഷൻ ലീഗ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം എന്ന പോലെ നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സംഘടനയാണ്. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 75 വയസ്സെന്ന് പറഞ്ഞാൽ പ്രായാധിക്യം അല്ലെങ്കിൽ വാർദ്ധക്യം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇന്ന് മിഷൻ ലീഗ് വളരെ യുവത്വത്തിന്റെ ആ ചൈതന്യത്തോടെ, ചുറുചുറുപ്പോടെ, ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ഈ ഹൃദയങ്ങളിലെ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്ന രീതിയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ മിഷൻ ലീഗിനെ സ്നേഹിക്കാം, മിഷൻ ലീഗിനോട് ചേർന്ന് പ്രവർത്തിക്കാം. ഇന്ന് ഈ ജൂബിലി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനുശേഷം ഒരു വർഷങ്ങൾക്കപ്പുറം ഇതിന്റെ സമാപനവും ഉണ്ടാകും. അതിന് ഇതേപോലെ കൂടുന്നവരാകാതെ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ നമുക്ക് അണിചേരാം. സംസ്ഥാനതല, രൂപതാതല, ഒരു ഫൊറോനതല, ഇടവകതല പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ മാർഗരേഖ തയ്യാറായിട്ടുണ്ട്. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാകാം. നമുക്ക് ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ മിഷൻ പ്രവർത്തനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന വ്യക്തികളായി തീർന്നുകൊണ്ട് ഈ ജൂബിലി നമുക്ക് ആഘോഷിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് മിഷൻ ലീഗ്. അഭിമുഖിതാവെ, വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമുക്കറിയാം മിഷൻ ലീഗിൻ്റെ ആപ്തവാക്യം നമ്മുടെ ലിയോ 13 മാർപ്പാപ്പ നമുക്ക് അരുളിയത് ഭാരതമേ നിൻ രക്ഷ നിന്റെ മക്കളിൽ എന്നാണ്. അപ്പോൾ തന്നെ നമ്മുടെ മഹാകവി വള്ളത്തോൾ കേരളത്തിലിരുന്ന് ഒരു ശകലം ഇങ്ങനെ പാടി: തേച്ചുമിനുക്കിയാൽ മൂല്യവും കാന്തിയും വച്ചിടും കല്ലുകൾ ഭാരതാംബെ, താണു കിടക്കുന്നു നീ കുഷിയിൽ ചാണ കാണാതെ 6-7 കോടിയും. ഇന്നും നിന്റെ മടിത്തട്ടില് ചാണ കാണാതെ, പ്രകാശം കാണാതെ, വെളിച്ചം കാണാതെ 6-7 കോടികൾ ഇന്നും താണു കിടപ്പുണ്ട് എന്ന് ലിയോ മാർപ്പാപ്പയുടെ ആപ്തവാക്യത്തോട് കൂടി തന്നെ മഹാകവി പാടി. അപ്പോൾ ഇന്ന് മിഷൻ ലീഗ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ആ ഭാരതാംബയുടെ മടിത്തട്ടിൽ വീണ് കിടന്നിരുന്ന, പ്രകാശം കാണാതിരുന്ന ഒരു 6 കോടി ജനങ്ങൾ ഇന്ന് ഒത്തിരി കോടികളായിട്ട്, അതായത് പ്രകാശം കണ്ടുകൊണ്ട്, പ്രകാശത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട്, പ്രകാശം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് വമ്പ് പറയുവാൻ ഒന്നുമില്ല. മറിച്ച് വീണ്ടും ആശങ്കയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നീ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പല ജിഹാദുകളും
നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവാക്കന്മാരെ നമ്മളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഇടവകയിൽ നിന്നൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ മക്കളെ പിശാച് കൊണ്ടുപോയി അല്ലെങ്കിൽ മനുഷ്യൻ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ. ഈ കാലഘട്ടത്തിൽ വീണ്ടും മിഷൻ ലീഗിന് വീണ്ടും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഈ നാർക്കോട്ടിക് ജിഹാദിൽ നിന്നും ലവ് ജിഹാദിൽ നിന്നൊക്കെ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മിഷൻ ലീഗ് ഇനിയും അനുസ്യൂതം പ്രവർത്തിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇനിയും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെറിയ കവിതാശകലം കൂടി മുരുകൻ കാട്ടാക്കട പാടിവെച്ചതുപോലെ, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്ക് നിറം കെട്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ, തിന്മകൾക്ക് നിറം കൂടുന്ന കാലഘട്ടത്തിൽ മിഷൻ ലീഗ് ഇനിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം യുവാക്കന്മാരെയും മിഷനറിമാരെയും സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.